മൊമെന്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം ഒരു വീക്കെൻഡാണ്. വീക്കെൻഡും അതുപോലെ തന്നെ സ്പ്രിംഗ് ബ്രേക്കും കൂടെ ഒന്നിച്ചുള്ള ഒരു സമയം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീക്കെൻഡിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ ഫ്രണ്ട് നീത്തുവിൻ്റെ ഒരു ബർത്ത്ഡേയുടെ ഒരു സർപ്രൈസ് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് ശരിക്കും എൻജോയ് ചെയ്യാൻ മറന്നു പോകുന്നു എന്നൊരു തോന്നൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറച്ചു. പക്ഷേ നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ ഷെയർ ചെയ്യേണ്ടത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്വിക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഡീപ്പ് എഡി എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്റ്റിലറിയിൽ വെച്ചിട്ടായിരുന്നു നീതുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നത്. അനീഷായിരുന്നു ഇതിൻ്റെ പ്ലാനിങ് എല്ലാം മൊത്തത്തിലുണ്ടായിരുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അല്ലാത്ത കുറച്ച് ഹെൽപ്പ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. പ്ലാനിങ് ഒക്കെ അനീഷ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നീതുവിന് ഇങ്ങനെ വലിയ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻസിനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും ഫാമിലീസും മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അത് മാത്രമല്ല, അവൾക്കതൊരു സർപ്രൈസ് കൂടിയായിരുന്നു. അവൾക്ക് ഒട്ടും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏതായാലും നമ്മളെല്ലാവരെയും കണ്ടപ്പോൾ അവൾ നല്ല സർപ്രൈസായി. അതേപോലെ തന്നെ മിനിമൽ ഡെക്കറേഷൻസ്, ചെറിയൊരു കേക്ക് കട്ടിങ്, അങ്ങനെ ഒഫീഷ്യലി ഒരു ടൈമൊന്നും ഫിക്സ് ചെയ്തിട്ടുള്ള കേക്ക് കട്ടിങ് പരിപാടിയൊന്നും ആയിരുന്നില്ല. അടുത്ത സർപ്രൈസ് അവൾക്ക് ഉണ്ടായിരുന്നത്, അന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഈ ക്യാബിൻസിൽ കൂടുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ രാത്രി അവിടെ ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ ഒരു ഫണ്ണായിട്ടായിരുന്നു. ഇത്രയുമൊക്കെയേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. വളരെ ഫണ്ണായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്നലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇന്ന് രാവിലെയാണ് അവിടുന്ന് തിരിച്ചത് കേട്ടോ. ഇന്നലത്തെ സർപ്രൈസ് പാർട്ടിക്ക് ഞാനും ഏട്ടനും വൈകിയും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും ഇന്ന് വെളുപ്പിന്, അതായത് 2:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത്. എല്ലാവരും അവിടെ കിടക്കുന്ന സമയം, അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിരുന്നു കേട്ടോ. ഇവിടെ വന്ന് കിടന്നുറങ്ങി സുഖമായിട്ട് ഇച്ചിരി ലേറ്റായിട്ടാണേലും എണീക്കാലോ എന്നൊക്കെ കരുതി. അതിന് വേറൊരു കാരണമുണ്ട്. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട്, അതായത് ഞാനും ഏട്ടനും വൈകി സാക്ഷിയും അമ്മയും കണ്ണനും അതേപോലെ തന്നെ ചിക്കുനെയും കുക്കീനെയും ഒക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പെന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ഗെറ്റ് അവേ. പ്രത്യേകിച്ച് വലിയ പരിപാടികളോ ഒന്നുമില്ല, ഒരു പ്ലാനും ഇല്ലാതെ ഒരു ഗെറ്റ് അവേ. അതായത് നമ്മളൊരു ക്യാബിൻ ബുക്ക് ചെയ്തു, നമ്മളവിടെ പോകുന്നു, നിൽക്കുന്നു. സാക്ഷിയുടെ ഉറക്കവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞുള്ള സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും പുറത്ത് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ വോക്കിന് പോകാം, അല്ലെങ്കിൽ അവിടുത്തെ ടൗണൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് വെമ്പർലി എന്ന് പറയുന്ന ഒരു തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 1 to 1.5 hour ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അപ്പം പ്രത്യേകിച്ച് യാതൊരു പ്ലാൻസും ഒന്നും ഇല്ലാതെ ഒരു ട്രിപ്പ്. അപ്പോൾ അതിനിന്ന് പോകേണ്ടത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒന്ന്, സാക്ഷി കൂടെ വരുന്നുണ്ട്, സാക്ഷിക്ക് കുറേ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ടാവും. അതേപോലെ ചിക്കുനെയും കുക്കീനെയും ഇത്തവണ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവരുടെ സാധനങ്ങൾ, അവരുടെ ബെഡ്, ഫുഡ്, വാട്ടർ, അങ്ങനെ ലീഷ്, അങ്ങനെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വന്ന് കിടന്നുറങ്ങി രാവിലെ സമാധാനമായിട്ട് എണീറ്റ് ഇതെല്ലാം പാക്ക് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ തന്നെ വന്നത്. അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് പോലെ കാണാം. ഓക്കെ, സാക്ഷിക്ക് കാണാനോ കണ്ണാടിയിൽ? സാക്ഷി കണ്ണാടിയൊക്കെ വെച്ചിരിക്കണല്ലോ. വൈകാം, നമുക്ക് വൈകാം. സാക്ഷി കാണണോ? കണ്ണാടി കാണണോ? ഓക്കെ, ഇതാരാന്ന് പറയൂ. ഇതാരാ? സാക്ഷി. സാക്ഷിയല്ലോ. അപ്പോൾ ദാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഓക്കെ, ഇതാണ് നമ്മളിന്ന് റെന്റ് എടുത്തേക്കുന്ന കാറ്. ഇതാരാ ഫ്രണ്ടിലിരിക്കുന്നത് നോക്ക്. ചിക്കു എവിടെ പോവാ?
അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അകത്ത് കയറുക. എന്തൊരു പാടാല്ലേ എല്ലാവരും കൂടെ ഒന്നിച്ച് 2-3 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളും പട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം എന്തായാലും ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ 2 പേരുടെ, എൻ്റെയും ഏട്ടൻ്റെയും കാറ് 5 സീറ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് കാറ് റെൻറ്റിന് എടുത്തേക്കുന്നത്. 2ആയിട്ട് പോകുന്നതിൽ നമ്മൾ ഒന്നിച്ച് പോകുന്നതാണല്ലോ ഒരു രസം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഡിസൈഡ് ചെയ്തത്. സാക്ഷി കാർ സീറ്റ് കയറണ്ടേ? ഇപ്പൊ അടിയാവും അങ്ങനെ. വൈക റെഡി? കണ്ണാ റെഡി? എവിടെയാ പോകുന്നതെന്ന് അറിയോ? വെറുതെ കേറിയിരിക്കുക, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത്. വൈനറി ഒന്നും അല്ല, വെമ്പർലി എന്ന് പറയുന്ന സ്ഥലമാണ്. വെമ്പർലി. ഓ, കാർ സീറ്റിൽ ഇരിക്കണം അപ്പ മാഡം. ഒരു 1.5 മണിക്കൂർ എടുക്കും ഡ്രൈവ്. അത്രയും നമുക്ക് സാക്ഷിയെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അവൾക്ക് കാർ സീറ്റിൽ ഇരിക്കുന്ന ഒട്ടും പറ്റില്ലാത്ത കാര്യം. പ്ലസ് ചിക്കും കുക്കിയും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് അവർക്കും അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അടുത്തുള്ള സ്ഥലം നോക്കിയത്. ഇതാണ് നമ്മൾ താമസിക്കാൻ പോണ ക്യാബിന്. അങ്ങനെ ഏകദേശം ഒരു 2 hours. അത് ട്രാഫിക്കൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇതിപ്പം സ്പ്രിംഗ് ബ്രേക്ക് ഒക്കെ ആയതുകൊണ്ട് തിരക്കാണ്. അതുകൊണ്ട് റോഡിലൊക്കെ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. ഇല്ലെങ്കിൽ ഇത്രയും താമസം ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും നമ്മളിതാ എത്തി. ഇതേപോലത്തെ വേറെ കുറേ ക്യാബിൻസ് ഉണ്ട് കേട്ടോ. ഒരു കിങ് സൈസ് ബെഡ്, അവിടെ ഒരു റെസ്റ്റ് റൂം, കിച്ചൺ, ഡൈനിങ്, ഇവിടെ 2 കൗച്ചുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബാൽക്കണി. ഇതാ ഇവിടെ ഒരു ജക്കുസി ഉണ്ട് അവർക്ക് കേട്ടോ. ഉണ്ട് ഒരു ഗ്രില്ലുണ്ട്. ഇത് ഔട്ട് സൈഡ് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതിങ്ങനെ കുഴിയാട്ടോ ഇങ്ങോട്ട് നോക്കിയാ. ഒരേപോലെയുള്ള കുറേ ക്യാബിൻസിലെ ഒരു ക്യാബിനാണ് ഇത്. ഇനി കയറി വരുമ്പം നേരെ ഇവിടെ ബാത്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, പിന്നെ ദാ ഇവിടെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ ഇവിടെ നിന്ന് ബാൽക്കണി ഉണ്ട്. ബെഞ്ചൊക്കെ വരിട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് ലേക്കാണ് കാണുന്നത്. കുറച്ച് നേരത്തെ തന്നെ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സും ചിപ്സും അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത പരിപാടിക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിക്കുവാടാ, നിന്റെ ഫുഡാ ചിക്കുട്ട കൊടുത്ത ഞാൻ. ചിക്കോ ചിക്കാ നമ്മുടെ ക്യാബിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ഇതേപോലെ ഒരു കാട്ടുവഴി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രോപ്പർ ഒരു വഴിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇങ്ങനെ നടന്ന് വഴി തെളിച്ച പോലെയുള്ളൊരു വഴിയായിരുന്നു. അതിലെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ ആ ഒരു സൈഡിലെത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നു പോകുന്നതാണ്. ഇവിടെ കേൾക്കുന്ന ശബ്ദം എല്ലാം കാറ്റിൻ്റെയാണ് കേട്ടോ.
അത്ര ഭയങ്കരമായിട്ടുള്ള കാറ്റായിരുന്നു. നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ പറത്തിയിടുന്ന പോലത്തെ കാറ്റായിരുന്നു. പക്ഷേ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ക്ലീൻ വാട്ടർ, നല്ല ആഴമുള്ള ലേക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആഴം. കാറ്റ് കാരണം നല്ല തിര പോലെ കൂടി ഉണ്ടായിരുന്നു അതിന്. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ പിറ്റേ ദിവസം വെതർ അത്ര നല്ല വെതർ ആയിരുന്നില്ല. കാരണം നല്ല കാറ്റും തണുപ്പും ഒക്കെയുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടെയൊക്കെ ടൂറിസ്റ്റൊക്കെ ആണെങ്കിലും വലിയ തിരക്കും അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. വളരെ നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ബ്യൂട്ടിഫുൾ വ്യൂ, നല്ല കാറ്റ്, വളരെ ഒരു പീസ് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്കത് നല്ല ഇഷ്ടമായി കേട്ടോ. കണ്ണൻ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും കൂടിയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അവനായിരുന്നു കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കാണുമ്പോൾ വീഡിയോസും ഫോട്ടോസും എടുക്കാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ഈ പാറയിൽ കൂടെ കുറേ ദൂരം ലേക്കിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇവിടെ കാണുന്നത് കണ്ടോ, ഇത് മാനിൻ്റെ സ്കെൽട്ടൺ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, കാറ്റുള്ളത് കൊണ്ട് തന്നെ നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നത് എൻ്റെ സൺഗ്ലാസ് വെള്ളത്തിൽ വീണിട്ട് ഞാൻ പോയി എടുത്തിട്ട് വരുന്ന കേട്ടോ. അത് പോട്ടെ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ തിരയടിച്ചിട്ട് വീണ്ടും അത് കരയിലേക്ക് കയറി വന്നുകൊണ്ട് എടുത്തതാണ്. ഇവിടെ കണ്ടോ, ഇങ്ങനെ മരങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഉണങ്ങി നിൽക്കുന്ന കണ്ടിട്ട് അമ്മ ഒരു ഡയലോഗ് പറഞ്ഞ കേട്ടോ, ഹായ്, കണ്ടിട്ട് വെട്ടി അടുപ്പത്ത് വയ്ക്കാൻ തോന്നുന്നു എന്ന്. ഏതായാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ചിക്കൻ കുക്കിയും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഒരു സൺസെറ്റ് സമയത്തായിരുന്നു അവിടെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടത്തെ പോലെ തന്നെ വേറെ പല ക്യാബിൻസ് ഉണ്ടെന്ന്, ഒന്നിൽ കൂടുതൽ സെയിം ക്യാബിൻസ് ഉണ്ട് കേട്ടോ. ലേക്കിൻ്റെ സൈഡിൽ കൂടിയുള്ള വോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ ഈ ക്യാബിൻ്റെ ഫ്രണ്ടിലത്തെ യാർഡ് വളരെ വലുതാട്ടോ. അവിടെ ഒരു പഴയ മരം ഒക്കെ ഉണങ്ങി വീണ് കിടപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഒന്നിച്ച് സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിൽ വൈകിയും കണ്ണനും ഏട്ടനും ജക്കൂസിയിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും പുറത്ത് കാറ്റായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഇറങ്ങാനൊന്നും റെഡിയായിരുന്നില്ല. പക്ഷേ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ജക്കൂസി ആൾക്കാർ ഫുഡ് വന്നു ഡിന്നർ കഴിക്കാന്. എന്റെ മുടിയൊക്കെ പറന്നിട്ട് കാറ്റത്ത് പറന്നിട്ട് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ചിക്കൻ ടെൻഡേഴ്സ് ആണല്ലോ. സോ യം, ഇറ്റ്സ് ഗുഡ്. ദീപുവിനും ചിക്കൻ ടെൻഡേഴ്സ് തന്നെ കിട്ടിയേക്കുന്നത്, വാങ്ങിയേക്കുന്നത്. അമ്മ വേറെ ഫുഡൊന്നും കഴിക്കില്ല. ഇതെന്റെ ചില്ലി റയാനോ, ഇത് ഏട്ടനുണ്ട് സാധനം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു മെക്സിക്കൻ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫേവറേറ്റ് കുസിൻ മെക്സിക്കൻ ആട്ടോ. എത്ര ബോബോ സാക്ഷിയുടെ ഉടുപ്പ് നോക്കൂ. Oh my gosh! Bobo. So many bobos. Yeah, bobo, everything bobo. Sakshi, Baba Chicham. Good night. Good night. Good night. Good night. Good night, പറയ് സാക്ഷി. Good night. Good night. Umma. Love you. I love you. Umma. സാക്ഷി അമ്മയ്ക്കൊരു ഉമ്മ താ. അമ്മയ്ക്കൊരു ഉമ്മ താ. നമ്മുടെ പൊന്നാണോടി. സാക്ഷി ഫുഡൊക്കെ കഴിച്ച് ഒരു തവണ ഞാൻ ബ്രസ്റ്റ് ഫീഡും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടനാണ് അവളെ രാത്രിയിൽ ഉറക്കുന്നതും അവളുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നതും. ഈ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നത് നിർത്തിയപ്പം എനിക്കും അവൾക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇന്ന് അവിടെ ലേക്കിൻ്റെ സൈഡിൽ പോയിട്ട് എൻ്റെ ഹെയർ മൊത്തം ഒരു പരുവായിട്ടിരുന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല, ചെറിയൊരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ട് രാത്രിയിൽ, അത് ചെയ്യുക. ഇന്നിപ്പോൾ കിടന്നുറങ്ങുക. ഞാനും ഉറങ്ങാൻ പോവാണ്. വൈകിയും കണ്ണനും അമ്മയും ഏട്ടനും എല്ലാവരും കിടന്നു. അപ്പം ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റിട്ട് പ്രത്യേകിച്ച് രാവിലെ വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. ഉച്ച കഴിഞ്ഞ് സാക്ഷിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള പ്ലാൻ മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഓക്കെ, ഹായ്. ഹലോ,
ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാവരും എണീറ്റ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്ങും പുറത്ത് പോകുന്നില്ല കേട്ടോ, ഇവിടെ തന്നെ. ഏട്ടൻ കുറച്ച് ടാക്കോയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടാക്കോയും എഗ്ഗും ബ്രെഡും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നിപ്പോൾ രാവിലെ കഴിക്കാൻ പോണേ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ട് എണീറ്റ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സാക്ഷി ഒന്ന് ഉറക്കി എണീറ്റ് ഉച്ച കഴിഞ്ഞ് ഇറങ്ങുന്നുള്ളൂ. അതിന് 2 കാരണമുണ്ട്. ഒന്ന് സാക്ഷിയുടെ ഉറക്കവും ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ കളയാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ രണ്ടാമത് ഭയങ്കര കാറ്റാണ് ഉച്ച വരെ ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റ്, നമ്മൾ പറന്നു പോകുന്ന പോലത്തെ കാറ്റാണ്. അതേപോലെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് സാക്ഷി ഉറങ്ങി എണീക്കുന്നവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് പോവാം. ഇന്ന് നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ വന്നിരുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നല്ലേ, കറുത്ത പൂച്ച. ആ ആൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ചിക്കുൻ്റെയും കുക്കിയുടെയും കുറച്ച് ഫുഡിൽ കുറച്ച് അതിന് കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതിന് വേണ്ടിയിട്ട് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പക്ഷേ ആളിങ്ങനെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാവേ. കണ്ടോ ഇരിക്കുന്നേ, നല്ല ഉറക്കാണ്. ചിക്കും കുക്കിയും ഇരിക്കുന്നു. അവരുടെ രാവിലത്തെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യാർഡൊക്കെ ഇങ്ങനെ അടച്ചിട്ടുള്ളതല്ലാത്തത് കൊണ്ട് ഇവരെ ലീശിലിട്ട് വേണം പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഏട്ടൻ ജാക്കറ്റൊക്കെ ഇട്ട് പുറത്ത് പോയി, കാരണം അത്ര തണുപ്പായിരുന്നു. എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഏട്ടനെ ഇന്ന് രാവിലെ അവരെ പുറത്തൊക്കെ ഇറക്കിയത്. പുറത്തൊക്കെ ഇറക്കി ഭക്ഷണമൊക്കെ കഴിച്ച് 2 പേരും റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ മാത്രം രാവിലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. Don't let me. Don't let me. Don't let me. Does anyone Idara. chicken? Sure. Papa. എല്ലാവരും രാവിലെ തന്നെ ജാക്കറ്റിൽ കയറി. ഏട്ടൻ ജാക്കറ്റ് ഊരിയില്ല, തണുപ്പ് പറഞ്ഞു. ഹീറ്ററിലല്ലേ ഇപ്പിട്ടേക്കുന്നത്. ഫൈനലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സമയം എത്രയാന്ന് പറയട്ടെ? സമയം 3:45. ഇപ്പോഴാണ് ഞങ്ങൾക്ക് നേരം വെളുത്തത്. അങ്ങനെയല്ല, എല്ലാവരും ഒരു നാപ്പൊക്കെ എടുത്ത് ഒന്ന് സ്വസ്ഥമായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം സൺസെറ്റ് കാണാൻ പോവാ. കാറ്റ് കാരണം എനിക്ക് ഒത്തിരി ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ബാൽക്കണി സൂപ്പർ കേട്ടോ, നല്ല രസമാണ് ബാൽക്കണി കാണാൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആൾക്കാരെ സ്റ്റഫ് ചെയ്തേക്കുന്ന കാണിച്ചു തരാം. ഹലോ Hello. ഹലോ ദീപു. Get Sachi. സാക്ഷി, സാക്ഷി എവിടെയുണ്ട്? സാക്ഷി കണ്ട്. സാക്ഷി എവിടെ ഇരിക്കുന്നു? ചിക്കു അവിടെ ഇരിക്കുന്നു. വൈഗ, കണ്ണൻ. കുക്കി എവിടെ? അതാ കുക്കി. ഓക്കെ, നമുക്ക് ഡോഗ്സ് കൂടെ ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുള്ളൂ. അപ്പം പാർക്കിലൊന്നും കുഴപ്പമുണ്ടാവില്ല അവരെ കൊണ്ടുപോകുന്നതുകൊണ്ട്. ബ്ലൂ ഹോൾ റീജിയണൽ പാർക്ക്, ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു വെള്ളം ഉള്ള സ്ഥലമുണ്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നല്ല രസമുണ്ട് മരങ്ങളൊക്കെ കാണാൻ. വലിയ ട്രീസ്, നല്ല തണുപ്പുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജാക്കറ്റൊക്കെ കൊണ്ടാ വന്നത്, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഏട്ടൻ്റെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നു കഴിഞ്ഞപ്പോൾ. This is called blue hole. Read this. Why is the water at blue hole so clear? It's called karst limestone geology. Rainwater infiltrates the limestone. The water cleansing through the limestone bluff. See the canyon right here? It filters through the water and
ഇവിടെ കുറേ സീറ്റിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്. ബേർഡ്സ് ഒക്കെ കരയുന്നുണ്ടല്ലോ. ഓ വലിയ ട്രീ കണ്ടോടാ, എന്ത് തടിയെന്ന് നോക്കതിന്. സാക്ഷിക്ക് ജാക്കറ്റ് ഇടുന്ന ഇഷ്ടമല്ല, അതിനാണ് ഈ ബഹളം വെച്ചോണ്ടിരിക്കണേ. ഈ ഒരു സ്ഥലത്താണ് ആൾക്കാരിങ്ങനെ ഇത് കണ്ടോ, ആ ചെയിൻ ഇട്ടേക്കുന്നുണ്ടോ, അതിൽ ഞാൻ വെള്ളത്തിൽ വീഴാനുള്ളതാണേ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്പോട്ട് സാധാരണ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുള്ള ഒരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ ചാടുന്ന ഒരു സ്ഥലം. അടി കാണാൻ പറ്റുന്നുണ്ടോ? ഓ യാ, എന്ത് ക്ലിയർ അല്ലേ. നല്ല ക്ലിയർ വാട്ടർ ആണ്. ശരിക്കും ഇത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഇതിന്റെ അടിത്തട്ട് വരെ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരത്തിന്റെ തടി ഉണ്ടോ, എന്ത് വലിപ്പം നോക്ക്. ഈ വെള്ളമുള്ള സ്ഥലത്തേക്ക് ശരിക്കും ഡോഗ്സിനെ അലൗ ചെയ്യുന്ന സ്ഥലമല്ല കേട്ടോ. അന്നത്തെ ദിവസം തിരക്കില്ലാത്തത് കൊണ്ടും വേറെ ആൾക്കാരൊന്നുമില്ല, തിരക്കില്ല, ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് പറഞ്ഞ് ഇവരെയായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ വന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ഇവിടെ സമ്മറൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാ ഈ വെള്ളത്തിന്റെ ഇവിടെ. പക്ഷെ ഇന്നിപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് ഒട്ടും ആളും തിരക്കും ബഹളവും ഒന്നുമില്ല. ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കരയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയെന്നല്ലാതെ ഒന്നുമില്ല. സാധാരണ ഇവിടെ തണുപ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഭയങ്കര തിരക്ക്. അതെ, ഇവിടെ ചങ്ങലയിട്ടിട്ടുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ കണ്ടോ ചെയിൻ ഇട്ടേക്കുന്നത്, അതിൽ തൂങ്ങി ആടി വീഴാൻ വേണ്ടി ഉള്ളതാണേ. ഇതിൽ നിന്നൊക്കെ കയറിയിട്ട് ചാടും ആൾക്കാർ, അങ്ങനെയൊക്കെ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്ലിയർ വാട്ടർ. പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇതുണ്ടോ, എൻ്റെ അടുത്തുനിന്ന് എൻ്റെ ഒക്കത്തുനിന്ന് താഴാത്ത ഒരു മുതല്. കുക്കിക്ക് എന്നെ വിട്ടിട്ട്, പ്രത്യേകിച്ച് ഇതിപ്പോൾ പുതിയ സ്ഥലമായതുകൊണ്ട് അവൾക്ക് എപ്പോഴും ഞാൻ കൂടെ വേണം. അവളുടെ വിചാരം എന്നെ ആരോ പിടിച്ചോണ്ട് പോകുന്നതാണ്. അപ്പം ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് അവളെ. എസ്പെഷ്യലി എൻ്റെ അടുത്താണ്, എല്ലാവരോടും ഉണ്ട്, പക്ഷെ എന്നെ കണ്ടില്ല അവളെ എങ്ങും നിൽക്കില്ല. അതുകൊണ്ട് നമ്മുടെ ക്യാബിൻ്റെ ഒക്കെ അവിടെ അവളെ ലീഷ് പോലും ഇല്ലാതെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. കാരണം അവളെങ്ങും പോയില്ല എന്നെ ഇട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് പേടിയൊന്നും ഇല്ലാതെ അവളെ ലീഷിൽ നിന്ന് അഴിച്ചു വിടാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്ന് ചിക്കുനായിട്ടൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ കുക്കി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട് വിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനെ വരുന്നത്. ഓടി 218 സ്റ്റെപ്പോ മറ്റോ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി. ഇവിടെ ഇന്നിപ്പോൾ നല്ല ക്ലൗഡിയാണ്, അതുകൊണ്ട് സൺസെറ്റ് ഒന്നും കാണാനില്ല. പക്ഷേ നല്ല സണി ആയിട്ടുള്ള ദിവസം സൺസെറ്റ് കാണാൻ പറ്റും. ഇന്നിപ്പം മൊത്തം ക്ലൗഡിയാണ്, കണ്ടോ. ഇതാണ് പുറമെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. ഹലോ. വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആകെ 2-3 പേര് മാത്രമേ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ കുക്കി ഓടുന്ന കണ്ടോ. എന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ഓടും കേട്ടോ. ബൈക്ക് അവിടെ ഫ്രണ്ടിൽ പോകുന്നതുകൊണ്ടാണ്. പക്ഷെ അതേ സ്പീഡിൽ തിരിച്ചു വരും, കാരണം ഞാൻ ബാക്കിലാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു ഓടും. എനിക്ക് നിങ്ങളുടെ അത്ര എക്സസൈസ് പോരെ, എനിക്ക് കുറച്ചുകൂടെ എക്സസൈസ് വേണം. എന്താണ് പൊക്കോ ഇനി അങ്ങോട്ട്.
ഇവിടെയൊക്കെ കണ്ടോ, എവിടെ ചെന്നാലും ട്രാഷ് ക്യാൻ ഉണ്ടാവും, ഡോഗ്സിന്റെ പൂപ്പിടാനുള്ള വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഐസ്ക്രീം അല്ലാതെ നമ്മൾ കോഫി വാങ്ങിയിട്ട്. ഇതൊരു ചെറിയ ടൗൺ ആട്ടോ, ഇവിടെ കുറച്ച് സ്റ്റോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് വരാം കേട്ടോ, ഐസ്ക്രീം ഒക്കെ ഉണ്ട്. കോഫി ഓർഡർ ചെയ്തോ? എനിക്ക് ലാറ്റെ ആണോ? നമ്മളിതാ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന ഒരു നല്ല റെസ്റ്റോറൻറ്റ് അല്ലേ, ക്യൂട്ട് സ്റ്റോർ അല്ലേ, ക്യൂട്ടായിട്ടുള്ള കോഫി പ്ലേസ്. സാക്ഷി ആരാ? ചേട്ടാ $119 ഔട്ട്ഡോർ ഫ്ലവർ. എടാ ഇതിന് $119, ഇതിന് $79, ഇതിന് $119. ഇങ്ങനെ ഇത് ഔട്ട്ഡോർ വെക്കുന്നതാണ്. ഇതാകുമ്പോൾ ചീത്തയാവില്ല, കളർ ഇങ്ങനെ തന്നെ ഇരുന്നോളും, തുടച്ചു വെച്ചാൽ മതി. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടല്ലോ. This is not mine. That's mine. Hers. But she can't do it because she's vlogging. നമ്മളിതാ അവിടെയുള്ള ഒരു കുട്ടി ഇതാ ഈ ഒരു സ്റ്റോറിൽ കയറിയിരുന്നു. മെയിനായിട്ട് ഒരു സുവനിയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. എവിടെ ചെന്നാലും അവിടുത്തെ ഒരു എന്താ പറയുക, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പോലെയുള്ള ഒരു മാഗ്നറ്റിക് സുവനിയർ വാങ്ങുന്ന ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ കയറിയത്. ഇതൊക്കെ ബേർഡ് ഹൗസസ് ആണ്, ക്യൂട്ട് ബേർഡ് ഹൗസ്. I know. She loves lots of them. This is what I wanted to show you. Stones. This is Velcro, I think. They got one. Why do you know? Look at this big pencil. നീ ആദ്യം ഉള്ള പെൻസിൽ വെച്ചിട്ടൊന്ന് എഴുതി പഠിക്കേ. വൈകി എന്താ വാങ്ങിയെന്ന് കാണിച്ചു കൊടുക്കൂ. I've got these rocks. So one's a tiger eye, one's an amethyst, and the other one was this agate. ഈ കല്ലുകളാണ് പൈസ കൊടുത്ത് വാങ്ങുന്നത്. എന്ത് ഭ്രാന്താണോ എന്തോ. ബബ്ബു എവിടെ? Oh, they have a chicken. They have a chicken. The green tree. വൈകി ആരുടെ കല്ല കയറിയിരിക്കണേ. If Mia was there, then she would have been so dumb. ഭയങ്കര ക്യൂട്ട് ബിൽഡിങ്സ് ആണ് ഇവിടുത്തെ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ് ബിൽഡിങ്ങുകൾ. Looks like India. നല്ല ഭംഗിയുണ്ട് കാണാൻ. റെസ്റ്റോറൻ്റ് ഒക്കെയാണ്. Nope, you can't fit. Hi. Look at my. Wait, that's closed. Man. Why there is no step? I can't go through that. Try get it. Take them all. Okay, I have a friend. Hi. Thank you. Oh, look, they have puff rocks. വേണോ ഇക candy buttons? Can you try this? Wait. Anyway, oh, this. ഇതൊരു ക്യാൻഡി സ്റ്റോർ ആട്ടോ. ഇങ്ങനെ പല വെറൈറ്റിയിലുള്ള നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ടൈപ്പിലത്തെ കുറച്ച് ക്യാൻഡീസും അതേപോലെ തന്നെ ഐസ്ക്രീമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. വൈകിയത് അവിടുന്ന് ഒരു ഐസ്ക്രീമും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ക്യാൻഡീസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനം എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞപ്പം അവൾ പോയി എടുത്ത സാധനം ഇതാണ്. എടുക്കുന്നത് It's like. I didn't try it. ഗമ്മി ഫ്രൈഡ് ചിക്കൻ candy കോംബോ മീൽ. Watermelon. 2 കുട്ടികൾ ലോലിപോപ്പ് കഴിക്കുന്നു, ബേബീസ്. ഉണ്ടോ കാക്ടസ് മാത്രം വെക്കുന്ന ഒരു കടയാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. We forgot about down here.
അവർ എല്ലാം കവർ ചെയ്ത് ഗ്രോ ലൈറ്റ് ഒക്കെ ഇട്ട് അതിനുള്ളിൽ കാക്ടസ് ഒക്കെ അവർ വളർത്തുന്നത്. ഇതിപ്പം ഏകദേശം 7 മണിയായിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ. പക്ഷേ ഏകദേശം എല്ലാ സ്റ്റോറുകളും അടച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ആകപ്പാടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സ് മാത്രമായിരുന്നു. ഇത് ചെറിയൊരു ടൗൺ ആട്ടോ, അധികം അങ്ങനെ ഒരുപാട് സ്റ്റോഴ്സും റെസ്റ്റോറൻറ്റ്സും ഒന്നുമില്ല. ചെറിയ ചെറിയ കുറച്ച് ബിൽഡിങ്ങുകളും സ്റ്റോറുകളും മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇത്ര നേരത്തെ തന്നെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായി. കാൻഡിൽസ് ആണ്. ഈ സ്റ്റോറൊക്കെ അടച്ചു കേട്ടോ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ. വീണ്ടും ഒരു ബൂട്ട്. This is Texas. They love boots. Yeah, Texans love Boots. boots. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഏട്ടൻ വായിച്ചാണ് നാടൻ മുറിച്ചോ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ ഓർത്തു ശരിയാണല്ലോ എന്ന്. പക്ഷേ നട മുച്ചോ എന്നാണ് അതിൻ്റെ പേര്. നട മുച്ചോ ടെക്സ് മെക്സ്. ഓ ലുക്ക് അറ്റ് ദിസ് ലാമ. ഓ ലൈറ്റ്സ് ആണ്. Oh, nice, beautiful. Very nice to see from outside. Where's it? Oh, here's it. Don't touch, Panna. Don't touch, please. Okay, this is. Oh, I like this dolphin. Look at that. But I can tell. Oh, beautiful. Pink. Nice. Oh, this is so nice. യെല്ലോ സ്റ്റോൺ ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറായിരുന്നു ഇത് കേട്ടോ. ഇവിടെ വളരെ യുണീക്ക് ആയിട്ടുള്ള കുറേ നല്ല ഡെക്കോർ പീസസ് ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. അവരുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന ഒരു സ്റ്റോറായത്. അവർക്ക് നമ്മുടെ ഡോഗ്സിനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അവർ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ആ ലാസ്റ്റ് കയറിയ ആന്റിക് കടയിൽ കയറിയിട്ട്, ആന്റിക് അല്ല ആക്ച്വലി ഇത്. ആന്റിക് ഷോപ്പ്. Not antique, like ആന്റിക് അല്ല, അവരുടെ കാർഡൊക്കെ കളക്ട് ചെയ്താ വന്നേ. കാരണം വളരെ റെയർ പീസസ് ഒക്കെ നമുക്കത് അത് വാങ്ങി വെച്ചാൽ അത് വേറെങ്ങും കാണാൻ കിട്ടുന്നുണ്ടാവില്ല. അത്ര റെയർ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ എക്സ്പെൻസീവ് പീസസ് ആണ് അവിടെ ഉള്ളത്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൊത്തം എൻ്റെ കിളി പറന്നുപോയി. കുറെ കൂടെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ഇനി പറ്റൂല, ഡോഗ്സ് ഒക്കെ ആയിട്ട് ഇറങ്ങിയോണ്ട് നമുക്കെങ്ങും കയറാനും കഴിക്കാനും ഒന്നും പറ്റില്ല. നേരെ വീട്ടിൽ പോവുക, ഫുഡ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക, കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പം അതൊക്കെയാണ് പരിപാടി. ഇവിടെ കാർട്ടൂൺ കാണുന്ന ആരാ നോക്കൂ. കാർട്ടൂൺ കേട്ടും കണ്ടും പഴുത്തു. ഇത് പുതിയതായോണ്ട് ഇതിപ്പോ നോക്കിയിരിക്കുന്നു. ഇവിടെ രണ്ടുപേരും ഉറപ്പായി. സാക്ഷി ഉറങ്ങി, വൈകി ഉറങ്ങിയിട്ടുണ്ട്. മോർണിംഗ് സാക്ഷി. ഗുഡ് മോർണിംഗ്. ആരാ ചിക്കുട്ട വന്നേ? വേണ്ട, നമ്മുടെ സ്ഥിര ആളായിട്ടുണ്ട് അവനെ. ചിക്കുൻ്റെയും കുക്കിയുടെയും കുറച്ച് ഫുഡ് വെച്ചു കൊടുത്തിട്ടുണ്ട്. രാവിലെ വന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഞാനിന്ന് എണീക്കാൻ ഇച്ചിരി വൈകിപ്പോയി. പാപ്പ കഴിച്ചില്ല. മ്യാവ് എവിടെ? ക്യാറ്റ് എവിടെ സാക്ഷി? ക്യാറ്റ് പാപ്പ കഴിച്ചുവാ. കണ്ടോ ക്യാറ്റ് എവിടെ? ക്യാറ്റ് എങ്ങനെ കരയുന്നേ? അങ്ങോട്ട് പോകണ്ട. ചോ തുറക്കാൻ പറ്റില്ല കേട്ടാ. സാക്ഷി അങ്ങോട്ട് പോയാൽ അവന് ഓടിപ്പോവും. നമ്മൾ ഇന്ന് രാവിലെ ഇതാ ചെക്കൗട്ട് ചെയ്യാണ്. ഇവിടെ ഏകദേശം രാവിലെ 11 മണിയായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് ഇതാ പുറത്തിറങ്ങി. 10:59. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇനിയിപ്പം വേറൊരു സ്ഥലത്തേക്കും കൂടെ പോവാം. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാണ് ആക്ച്വലി. ഇനിയിപ്പോൾ എങ്ങനെ സ്റ്റേ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തൂടി പോകുന്നുണ്ട്, ഗ്രീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അപ്പം അവിടെ കൂടെ പോയിട്ട് അവിടേക്കൊന്ന്
എന്താ ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ എല്ലാവരും പതുക്കെ ഇതാ കാറിനകത്ത് കയറി തുടങ്ങി. നല്ല വെയിൽ. ചിക്കോ റെഡിയായോ? ഏട്ടാ ഇവർക്ക് വെള്ളം കൊടുക്കണം ഏട്ടാ ഇച്ചിരി. ആണോ? ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് ഗോ. വൈക, എങ്ങനെയുണ്ടായിരുന്നു ഗെറ്റവേ? ഫണ്ണായിരുന്നോ? ഇഷ്ടമായോ? Lake was fun. ബൈ ബൈ ക്യാബിൻ. Bye-bye. നമ്മൾ മിസ് ചെയ്യുന്ന അവിടുത്തെ ക്യാറ്റിനെ കേട്ടോ. ഇവിടുത്തെ അല്ല, വേറെ ഏതോ വീട്ടിൽ നിന്ന് വരുന്ന എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അതിനെ മിസ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗോ. പക്കാപ്പ്. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? കൊള്ളാം, നല്ലതായിരുന്നു. ക്യാബിനൊക്കെ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. മറ്റേ ബ്ലൂ ഹോൾ പാർക്ക് ഇഷ്ടമല്ലേ? പാർക്ക് ഇഷ്ടമായി. പിന്നെ ഇവിടെ ലേക്ക്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലേക്ക് ലേക്കും പിന്നെ ഈ നമ്മുടെ ക്യാബിനും. സൂപ്പർ. ഓക്കെ, അപ്പം മ്യൂസിക് ഒക്കെ നമ്മൾ ഈ ഗ്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയെങ്കിൽ നമ്മൾ കാർ ഓടിച്ചൊന്ന് ചുമ്മാ ഒന്ന് കണ്ടുപോയത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ബേസിക്കലി കുഞ്ഞൊരു ടൗണാണ്. നമ്മൾ പെമ്പർലി പോലെ തന്നെ ചെറിയൊരു ഇതാണ്. അപ്പോൾ അവിടെ അധികം ഇങ്ങനെ കൂടുതലും ബാറും മ്യൂസിക് ബാർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കാറിൽ തന്നെ ഇരുന്ന് ഒന്ന് റൗണ്ട് അടിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, ബിൽഡിങ്ങുകളൊക്കെ കണ്ടു. അവിടെ മ്യൂസിക്കും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ചെറിയൊരു ടൗൺ. അത് കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചങ്ങ് വീട്ടിൽ പോവായിരുന്നു. എങ്ങും ഇറങ്ങിയൊന്നുമില്ല. കാറിലിരുന്ന് തന്നെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോയി, അത്ര തന്നെ. ചിക്കുതാ ഇങ്ങനെ വൈകയുടെ മടിയിൽ കിടന്നുറങ്ങി റിലാക്സ്ഡ് ആയിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വൈകിനെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പം അവൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അവൻ കുഞ്ഞ് ബേബിയെ നോക്കുന്ന പോലെ തന്നെയാണ് ചിക്കു വൈകിനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര ജെൻറ്റിലായിരുന്നു അവളുടെ അടുത്ത്. ഒരിക്കൽ പോലും അവൻ അവളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം ആ ഒരു സ്റ്റേജ് കണ്ടോ, അവളുടെ മടിയിൽ കിടന്നുറങ്ങി അവൻ വരുന്നത്. വീട്ടിലെത്തി. ഇനിയിപ്പം ഈ റെൻറ്റിനെടുത്ത കാറ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാം. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. ലഞ്ചൊക്കെ കഴിച്ചു. സാക്ഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളെ ഉറക്കാൻ കിടത്തിയേക്കാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ഗെറ്റവേ വിശേഷങ്ങൾ. അപ്പം ഈ ഓസ്റ്റിനിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. സാക്ഷിയാണെങ്കിലും ഡോഗ്സിനൊക്കെ ആണെങ്കിലും കംഫർട്ടബിളായിട്ട് പോയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ പറ്റി. ഇന്നലെ രാത്രിയിലും മര്യാദയ്ക്ക് ഉറങ്ങിയില്ല സത്യം പറഞ്ഞാൽ. ഞാനും ഏട്ടനും കണ്ണനും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പോയി കിടന്നുറങ്ങി. ഞാനും കണ്ണനും വെളുപ്പിന് 7 മണി വരെ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങിയത് ആകെ 2 മണിക്കൂർ. 9 മണിയായപ്പോൾ എണീറ്റു, എല്ലാം പാക്ക് ചെയ്തു, തിരിച്ചിറങ്ങുമായിരുന്നു. അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമുണ്ട്. അവൻ പോയി കിടന്നുറങ്ങി. അവന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അവൻ പോയി കിടന്നുറങ്ങി. ഞാൻ ഇനിയിപ്പോൾ ഉറങ്ങിയാൽ ശരിയാവത്തില്ല, എൻ്റെ രാത്രിയിലത്തെ ഉറക്കം മൊത്തം കുളമാകും. അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ട്, ഒരു ഹറിബറിയൊന്നും ഇല്ലാതെ വളരെ സ്ലോലി എണീറ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് സമയവും സൗകര്യവും പോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗെറ്റവേ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.